ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈസാ നബി എന്ന പേരിലുള്ള ഈ യൂട്യൂബ് എപ്പിസോഡിൻ്റെ 18-ാം ഭാഗമാണ് ഇന്ന് നമ്മൾ ശ്രവിക്കാൻ പോകുന്നത്. അതിനേക്കാളുപരി ധ്യാനിക്കാൻ പോകുന്നത് എന്ന് പറയുന്നതാവും ഉചിതം. കൂടുതൽ ആമുഖത്തിലേക്ക് കടക്കുന്നില്ല. കഴിഞ്ഞ ഭാഗത്ത് വായിച്ചതിൻ്റെ ബാക്കി ഇന്ന് വായിക്കുകയാണ്. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നുമായിരുന്നു നമ്മൾ വായിച്ചു തുടങ്ങിയത്. അതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്കിന്ന് വായിച്ച് ഹൃദയത്തിൽ ഗ്രഹിക്കാം, വചനമായി മാറാം. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിലെ 12 മുതലുള്ള വചനഭാഗങ്ങളാണ് നമ്മളിന്ന് ശ്രവിക്കുന്നത്. തത്ക്ഷണം അവൻ എഴുന്നേറ്റ് കിടക്കയുമെടുത്ത് എല്ലാവരും കാണുകെ പുറത്തേക്ക് പോയി. എല്ലാവരും വിസ്മയിച്ചു. ഇതുപോലൊന്ന് ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. ലേവിയെ വിളിക്കുന്നു. യേശു വീണ്ടും കടൽ തീരത്തേക്ക് പോയി. ജനക്കൂട്ടം അവൻ്റെ അടുത്തെത്തി. അവൻ അവരെ പഠിപ്പിച്ചു. അവൻ കടന്നു പോയപ്പോൾ ഹൽപ്പയുടെ പുത്രനായ ലേവി ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ട് അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു. യേശുവിനെ അനുഗമിക്കുന്നതിന് നാളെ എന്നൊരു വാക്ക് പറയരുത്. ക്ഷണക്കത്ത് കിട്ടാൻ വേണ്ടി കാത്തിരിക്കരുത്. വിളിക്കായി കാതോർക്കണം. വിളിക്കപ്പെടാതിരിക്കാൻ ഇടവരരുത്. ഏവരെയും ഹൃദയത്തിൽ മുട്ടി വിളിക്കുകയാണ്. യേശുവിൻ്റെ ശിഷ്യത്വം ഏറ്റുവാങ്ങാൻ. അത് പൗരോഹിത്യം എന്ന നിലയിൽ ആവണമെന്നില്ല. സന്യാസിനി എന്ന നിലയിലും ആവണമെന്നില്ല. വൈവാഹിക ജീവിതത്തിലൂടെ എത്രയോ നല്ലൊരു യേശുക്രിസ്തുവായി ജീവിക്കാൻ സാധിക്കും. അപ്രകാരം ജീവിക്കുന്ന ഒരു യേശുക്രിസ്തുവിനെ കണ്ട് എത്രയോ പേർ യേശുവിൻ്റെ വചനങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നതിനുള്ള ആഗ്രഹത്തോടുകൂടി കടന്നു വരും. അതുകൊണ്ട് തന്നെ അത് ഒരു വചനപ്രഘോഷണത്തിൻ്റെ മറ്റൊരു രൂപമായി മാറുന്നു. തീർച്ചയായിട്ടും ഏവർക്കും സാധിക്കുന്ന ഒരു വചനപ്രഘോഷണമാണ് ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയാവുക. ക്ഷണക്കത്ത് കിട്ടാൻ വേണ്ടി കാത്തിരിക്കരുത്. ക്ഷണക്കത്ത് കിട്ടാതെ വിളിക്കാത്തിടത്ത് കടന്നു ചെല്ലുന്ന വിരുന്നുകാരനെ പോലെ അപമാനത്തിൻ്റെ ഒരു വിരുന്ന് നമുക്ക് കിട്ടില്ല. അഭിമാനത്തിൻ്റെ ഒരു വിരുന്നേ കിട്ടുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യേശുവിൻ്റെ വിളിക്ക് കാതോർക്കുക. ക്ഷണക്കത്ത് കിട്ടാൻ കാത്തിരിക്കാതിരിക്കുക. ഹൽപ്പയുടെ മകൻ ലേവിയെ വിളിച്ചതുപോലെ എന്നെയും വിളിക്കണമേ. നിത്യേന
ആ വിളിക്കായി കാതോർക്കാം, കടന്നു ചെല്ലാം. വിരുന്നിന് ക്ഷണിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അഹങ്കാരത്തോടെ മാറി നിൽക്കാതെ യേശുവിൻ്റെ വിരുന്നിനായി കടന്നു ചെല്ലാം. അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു. അവൻ ലേവിയുടെ ഭവനത്തിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അനേകം ചുങ്കക്കാരും പാപികളും അവൻ്റെയും ശിഷ്യരുടെയും കൂടെയിരുന്നു. മനസ്സിലാക്കുക, യേശുവിൻ്റെ 3 വർഷത്തെ പരസ്യ ജീവിതകാലത്ത് എത്രയോ ചുങ്കക്കാരുമായാണ് യേശുവിന് സമ്പർക്കമുണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ എത്രയോ വേശ്യകളുമായിട്ടാണ് യേശു ഇടപഴകിയിട്ടുള്ളത്, അവരുടെ പാപങ്ങൾ മോചിച്ചിട്ടുള്ളത്. പക്ഷേ ബൈബിളിൽ അതിൻ്റെ വളരെ കുറഞ്ഞ വിവരണങ്ങൾ മാത്രമേ ഉള്ളൂ. മറ്റ് സ്ഥലങ്ങളിൽ ഒറ്റ വാക്കിൽ എഴുതിയിരിക്കുകയാണ്, യേശു കൂടിയിരിക്കുന്ന സ്ഥലത്ത് നിരവധി ചുങ്കക്കാരും പാപികളും പാപിനികളായ സ്ത്രീകളും ഉണ്ടായിരുന്നു എന്ന് മാത്രം. അവരിൽ പലരെയും യേശു സുഖപ്പെടുത്തുകയായിരുന്നു. ബാഹ്യമായ ശരീരത്തിൻ്റെ സുഖത്തെക്കാളുപരി ആത്മീയമായ ശരീരത്തിൻ്റെ സുഖം യേശു നൽകുകയായിരുന്നു. അതിലെ ചെറിയ ഉദാഹരണങ്ങൾ മാത്രമേ. ചില പാപിനിയായ സ്ത്രീ യേശുവിൻ്റെ കാൽപാദങ്ങളിൽ വീണ് കരഞ്ഞ് മുടി കൊണ്ട് തുടച്ച് സുഗന്ധലേപനം ചെയ്തു എന്നൊക്കെയുള്ളൂ. അതിൻ്റെ അർത്ഥം യേശു 1-2 സ്ത്രീകൾക്ക് മാത്രമല്ല ആശ്വാസമേകിയത്, പാപമോചനമേകിയത്. നിരവധിയുണ്ട് എന്നുള്ളതാണ് ഈ വാക്യം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരിക്കൽ കൂടി ആ വാക്യം ഞാൻ വായിക്കാം. അവൻ ലേവിയുടെ ഭവനത്തിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അനേകം ചുങ്കക്കാരും പാപികളും അവൻ്റെയും ശിഷ്യരുടെയും കൂടെയിരുന്നു. കാരണം അവനെ അനുഗമിച്ചവർ നിരവധിയായിരുന്നു. അവൻ പാപികളോടും ചുങ്കക്കാരോടുമൊപ്പം ഭക്ഷണം കഴിക്കുന്നത് കണ്ട് ഫരിസേയരിൽപ്പെട്ട ചില നിയമജ്ഞർ ശിഷ്യന്മാരോട് ചോദിച്ചു, അവൻ ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ ഭക്ഷിക്കുന്നതെന്ത്? അത്ഭുതകരമായൊരു സ്ഥിതിവിശേഷമാണ്. ആദ്യമായാണ് ഒരു മഹോന്നതനായ വ്യക്തി പാപികളുടെ കൂടെയും ചുങ്കക്കാരുടെ കൂടെയും വേശ്യകളുടെ കൂടെയും ജീവിക്കുന്നത്. മുഖംമൂടിയില്ലാത്ത നിഷ്കളങ്കതയുടെ ഒരു ജീവിതം മറ്റേത് മഹോന്നതനും അനുകരിക്കാൻ പ്രയാസമുള്ള, എന്നാൽ അനുകരിക്കേണ്ട ഒരു ജീവിതം. ഇത് കേട്ട് യേശു പറഞ്ഞു, ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. തീർച്ചയായിട്ടും ഇവിടെ രോഗി എന്ന് പറയാൻ പറ്റിയ ഒരു രോഗാവസ്ഥയുള്ളവർ ഉണ്ടാവില്ലായിരിക്കാം. കുഷ്ഠരോഗമോ തളർവാദമോ പിടിപെട്ടവർ ഈ സമയത്ത് ചിലപ്പോൾ ഉണ്ടായെന്നിരിക്കില്ല. പകരം ആത്മാവിൽ രോഗം പിടിപെട്ട ചുങ്കക്കാരും പാപികളും അപ്രകാരമുള്ള വ്യക്തികളും അവിടെ കൂടിയിരിക്കുന്നു. ശാരീരിക രോഗമാണെങ്കിൽ അത് ഒരു മരുന്ന് കൊടുത്ത് മാറ്റണമെങ്കിൽ മാറ്റാവുന്നതേയുള്ളൂ. പകരം ആത്മാവിനാണ് രോഗം പിടിപെട്ടതെങ്കിലും ആ രോഗശമനത്തിനുള്ള ഒരു മരുന്ന് അന്നത്തെ വൈദ്യന്മാരുടെ പക്കലില്ലായിരുന്നു. പകരം വൈദ്യന്മാരുടെ വൈദ്യൻ എന്ന് പറയാവുന്ന, ആത്മീയ വൈദ്യൻ എന്ന് പറയാവുന്ന യേശുവിൻ്റെ കയ്യിലും, യേശു ആ മരുന്ന് ആർക്ക് നൽകിയോ, ആരെ പഠിപ്പിച്ചോ, ആർക്ക് ആ മരുന്ന് ഉപയോഗിക്കാനുള്ള അധികാരം നൽകിയോ അവർക്കും മാത്രമേ ഉള്ളൂ.
മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ യേശുവിന് ശേഷം യേശു ആ മരുന്ന് പ്രദാനം ചെയ്ത എങ്ങനെ കൊടുക്കണം എന്ന് പഠിപ്പിച്ചു കൊടുത്ത 12 ശിഷ്യന്മാർക്കും മാത്രമേയുള്ളൂ. തീർച്ചയായിട്ടും അവരുടെ നിരവധി തലമുറകൾ കടന്നുപോയി ഇന്നുള്ള ശിഷ്യന്മാരാണ് ക്രൈസ്തവ സഭയിലെ പുരോഹിതന്മാർ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മുഖ്യ ശിഷ്യത്വത്തിലുള്ള ശിഷ്യന്മാരാണ് മറ്റോരോ പുരോഹിതരും. അവരിൽ നിന്ന് നമുക്ക് പാപമോചനം നേടാം. വൈദ്യൻ പകർന്നു നൽകിയ മരുന്ന് അവരുടെ കൈവശമാണുള്ളത്. അത് ലൗകിക സുഖങ്ങൾ പ്രദാനം ചെയ്യുന്ന ബാഹ്യശരീരത്തിലെ രോഗങ്ങൾ ശമിപ്പിക്കുന്ന മരുന്നിനേക്കാളുപരി ആന്തരികമായ ഹൃദയത്തിനുള്ളിലെ ആത്മാവിലെ രോഗങ്ങൾക്കുള്ള ശമനമാണ്. ആ ശമനം കിട്ടുന്നവർ പൂർണ്ണ ആരോഗ്യവാന്മാരായിത്തീരുന്നു. ഒരുപക്ഷെ അവരുടെ ബാഹ്യശരീരത്തിലോ മറ്റ് ആന്തരിക അവയവങ്ങളിലോ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ബാധിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ആത്മീയ സുഖം നേരിടുമ്പോൾ അതിൻ്റേതായ ചെറിയ പ്രതിഫലനങ്ങൾ അവരുടെ ആന്തരിക ശരീരത്തിലും ബാഹ്യശരീരത്തിലും ഉണ്ടാകുന്നുണ്ട്. സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാനും മരണമാണ് യേശു വിധിക്കുന്നതെങ്കിൽ, ദൈവം വിധിക്കുന്നതെങ്കിൽ, ദൈവപുത്രൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് സന്തോഷപൂർവം ഏറ്റെടുക്കാൻ പറ്റുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് അവരെ കൊണ്ടെത്തിക്കാൻ സാധിക്കുന്നതും ആത്മീയമായ വൈദ്യൻ നമുക്ക് പ്രദാനം ചെയ്യുന്ന മരുന്നിലൂടെയാണ്. ആ മരുന്നിനായി നമുക്ക് ദാഹിക്കാം. ആ മരുന്ന് ഇടയ്ക്കിടെ പാനം ചെയ്യാം, ഭക്ഷിക്കാം. ഇത് കേട്ട് അവൻ ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടി ഭക്ഷിക്കുന്നതെന്ത്? ഇത് കേട്ട് യേശു പറഞ്ഞു, ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. നീതിമാന്മാരെയല്ല, പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നത്. ഇതും അത്ഭുതാവഹമായ ഒരു കാര്യമാണ്. മറ്റ് മഹാന്മാരുമായി താരതമ്യം ചെയ്യുമ്പോൾ വിവിധ രാഷ്ട്രീയ തത്വങ്ങളുമായി കടന്നു വന്ന രാഷ്ട്രീയ നേതാക്കളുണ്ട്. ധാർമ്മിക തത്വങ്ങൾ, ദൈവവുമായി ബന്ധപ്പെട്ട തത്വങ്ങൾ, നിയമസംഹിതകളുമായി കടന്നു വന്ന മതനേതാക്കന്മാരുണ്ട്. മഹോന്നതർ എന്ന് പറയാവുന്ന അവർക്കിടയിൽ നിന്ന് യേശുവിനെ വ്യത്യസ്തനാക്കുന്ന പല കാര്യങ്ങളിലൊന്ന് നീതിമാന്മാരെയല്ല, പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നത് എന്നുള്ള വചനങ്ങളാണ്. അത്ഭുതം സംഭവിക്കുന്നത് അവിടെയാണ്. നീതിമാന്മാരെ തേടി വരാതെ പാപികളെ തേടി വന്ന ദൈവം ആ ദൈവപുത്രനായി ഹൃദയത്തിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തിന് യോജിക്കുന്ന വിധം ഒരു ജീവിതം നയിച്ച് ഇഹലോകത്തിലും പരലോകത്തിലും സന്തോഷ സൗഭാഗ്യങ്ങൾ നേടാൻ നമുക്ക് സ്വർഗത്തിനു വേണ്ടി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കാം. ഉപവാസത്തെ സംബന്ധിച്ച് തർക്കം. യോഹന്നാൻ്റെ ശിഷ്യന്മാരും ഫരീസേയരും ഉപവസിക്കുകയായിരുന്നു. ആളുകൾ വന്ന് യേശുവിനോട് ചോദിച്ചു, യോഹന്നാൻ്റെയും ഫരീസേയരുടെയും ശിഷ്യന്മാർ ഉപവസിക്കുകയും നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? യേശു പറഞ്ഞു,
മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോഴർക്ക് ഉപവസിക്കാൻ സാധിക്കുമോ? മണവാളൻ കൂടെയുള്ളിടത്തോളം കാലം അവർക്ക് ഉപവസിക്കാനാവില്ല. മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന കാലം വരും. അന്ന് അവർ ഉപവസിക്കും. ആരും പഴയ വസ്ത്രത്തിൽ പുതിയ കഷണം തുന്നിപ്പിടിപ്പിക്കാറില്ല. അങ്ങനെ ചെയ്താൽ തുന്നിച്ചേർത്ത കഷണം അതിൽ നിന്ന് കീറിപ്പോരുകയും കീറൽ വലുതാകുകയും ചെയ്യും. ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാറില്ല. അങ്ങനെ ചെയ്താൽ തോൽക്കുടങ്ങൾ പിളരുകയും വീഞ്ഞും തോൽക്കുടങ്ങളും നഷ്ടപ്പെടുകയും ചെയ്യും. പുതിയ വീഞ്ഞിന് പുതിയ തോൽക്കുടങ്ങൾ വേണം. സാബത്ത് ആചരണത്തെക്കുറിച്ച് വിവാദം. ഒരു സാബത്ത് ദിവസം അവൻ വിളഞ്ഞുകിടക്കുന്ന ഒരു വയലിലൂടെ പോവുകയായിരുന്നു. പോകുമ്പോൾ ശിഷ്യന്മാർ കതിരുകൾ പറിക്കാൻ തുടങ്ങി. ഫരീസയർ അവരോട് പറഞ്ഞു, സാബത്തിൽ നിഷിദ്ധമായത് അവർ ചെയ്യുന്നത് എന്തുകൊണ്ട്? അവൻ ചോദിച്ചു, ദാവീദും അനുചരന്മാരും കൈവശം ഒന്നുമില്ലാതെ വിശന്നു വലഞ്ഞപ്പോൾ എന്ത് ചെയ്തുവെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അബിയാഥാർ പ്രധാന പുരോഹിതനായിരിക്കെ ദാവീദ് ദേവാലയത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ മറ്റാർക്കും ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പം ഭക്ഷിക്കുകയും കൂടെയുണ്ടായിരുന്നവർക്ക് കൊടുക്കുകയും ചെയ്തില്ലേ? ഇതിനോട് സമാനമാണ് ബൈബിളിലെ തന്നെ മറ്റൊരു വചനം. ബുദ്ധിമാന് നിയമം ആവശ്യമില്ല. നിയമം ഉണ്ടാക്കി വച്ചിരിക്കുന്നത് ഏവരും നന്മ പ്രവർത്തിക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഭോഷന്മാരെ കൊണ്ട് നിറഞ്ഞ ഒരു സമൂഹമായി മാറുന്നതിനാലാണ്. എന്നാൽ ബുദ്ധിമാൻ വിശുദ്ധിയിൽ ജീവിക്കുന്നവന് ഒരു കൽപ്പന കൊടുക്കേണ്ടതില്ല. അവൻ എപ്രകാരം ചെയ്യുന്നുവോ അത് സമയത്തിനനുസരിച്ച് മാറ്റം വരുത്തി ചെയ്യുന്നു. അതിന് സമാനമാണ് ദാവീദ് ഇവിടെ ചെയ്തതും. കാഴ്ചയപ്പം പുരോഹിതന്മാർക്കല്ലാതെ മറ്റാർക്കും ഭക്ഷിക്കാൻ പാടില്ല എന്നിരിക്കെ വിശന്നു വലഞ്ഞു. ഒരു നിശ്ചിത ഘട്ടം കഴിഞ്ഞു. വിശപ്പിൻ്റെ വലിയ ഘട്ടത്തിലെത്തി. തീർച്ചയായിട്ടും അത് കഴിക്കുമ്പോൾ കോപിക്കുന്നൊരു ദൈവം നമുക്കില്ല. കാരുണ്യത്തോടുകൂടി കാരണങ്ങൾ മനസ്സിലാക്കി സന്ദർഭത്തിനൊത്ത് കാരുണ്യം ചൊരിയുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. നിയമം കാഴ്ചയപ്പം ഭക്ഷിക്കരുതെന്നാണെങ്കിൽ കൂടി ബുദ്ധിമാന് നിയമം ആവശ്യമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, വിശുദ്ധിയിൽ ജീവിക്കുന്നവന് നിയമം ആവശ്യമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൻ എന്ത് കാരണത്താൽ അത് ഭക്ഷിച്ചുവോ, വിശപ്പിൻ്റെ ആധിക്യത്താൽ ഭക്ഷിച്ചു, ഇനി ഒരുപടി മുന്നോട്ട് പോകാൻ സാധിക്കയില്ല. ചെയ്യുന്നത് തെറ്റാണെന്നറിയാമെങ്കിലും വേദനയോടുകൂടി മാപ്പ് ചോദിച്ചുകൊണ്ട് അപ്രകാരം ചെയ്യുകയാണ്. ആ വസ്തുവിനെ അപമാനിക്കാൻ വേണ്ടിയല്ല, സാഹചര്യങ്ങളാൽ നിയമത്തെ ലഘുവായി മാറ്റി നിർത്തിയെന്ന് മാത്രം. അത് നീതിമാനെ സംബന്ധിച്ച്, വിശുദ്ധിയിൽ ജീവിക്കുന്നവനെ സംബന്ധിച്ച് ഒരു ആനുകൂല്യമാണ്. അവനത് ചെയ്യാം. തീർച്ചയായിട്ടും നമ്മളും ആ നിലയിലേക്ക് എത്തേണ്ടിയിരിക്കുന്നു.
ബുദ്ധിമാനാകേണ്ടിയിരിക്കുന്നു, നീതിമാനാകേണ്ടിയിരിക്കുന്നു, വിശുദ്ധനാകേണ്ടിയിരിക്കുന്നു. ആ നിമിഷം നമുക്കും ആ ആനുകൂല്യത്തിൽ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി കാഴ്ചയപ്പം പോലുള്ള വസ്തുക്കൾ ഭക്ഷിക്കാം. അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള വളരെ ലഘുവായ ഒരു തെറ്റ് ചെയ്തു എന്ന് കരുതി ദൈവം അത് ശിക്ഷിക്കേണ്ട ഒരു കുറ്റമായി കരുതുന്നില്ല. അതുകൊണ്ട് നമുക്കാവശ്യം ബുദ്ധിമാനായി തീരുക, നീതിമാനായി തീരുക, വിശുദ്ധനായി തീരുക. ബുദ്ധിമാൻ നിയമം ആവശ്യമില്ലാത്തവനാണ്, വിശുദ്ധൻ നിയമം ആവശ്യമില്ലാത്തവനാണ്. തീർച്ചയായിട്ടും ബുദ്ധിയുടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ലഭ്യമാകുന്ന ബുദ്ധിയുടെ വിശുദ്ധിയുടെ നിറകുടമായി നമ്മൾക്കും മാറാൻ ഇടവരട്ടെ. അതിനായുള്ള ശ്രമം എന്നുമെന്നും നമ്മോടൊപ്പം ഉണ്ടായിരിക്കുകയും വേണം. അവൻ അവരോട് പറഞ്ഞു, സാബത്ത് മനുഷ്യനു വേണ്ടിയാണ്, മനുഷ്യൻ സാബത്തിനു വേണ്ടിയല്ല. മനുഷ്യപുത്രൻ സാബത്തിൻ്റെയും കർത്താവാണ്. സാബത്തിൽ രോഗശാന്തി. യേശു വീണ്ടും സിനഗോഗിൽ പ്രവേശിച്ചു. കൈ ശോഷിച്ച ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. യേശുവിൽ കുറ്റമാരോപിക്കുന്നതിന് വേണ്ടി സാബത്തിൽ അവൻ രോഗശാന്തി നൽകുമോ എന്നറിയാൻ അവർ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. കൈ ശോഷിച്ചവനോട് അവൻ പറഞ്ഞു, എഴുന്നേറ്റ് നടുവിലേക്ക് വരൂ. അനന്തരം അവൻ അവരോട് ചോദിച്ചു, സാബത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് നിയമാനുസൃതം? അവർ നിശബ്ദരായിരുന്നു. അവരുടെ ഹൃദയകാഠിന്യത്തിൽ ദുഃഖിച്ച് അവരെ ക്രോധത്തോടെ നോക്കിക്കൊണ്ട് യേശു അവനോട് പറഞ്ഞു, കൈ നീട്ടുക. അവൻ കൈ നീട്ടി, അത് സുഖപ്പെട്ടു. ഫരീസയർ ഉടനെ പുറത്തേക്കിറങ്ങി യേശുവിനെ നശിപ്പിക്കാൻ വേണ്ടി ഹെരോദ്യസ് പക്ഷക്കാരുമായി ആലോചന നടത്തി. കടൽ തീരത്തെ അത്ഭുതങ്ങൾ. യേശു ശിഷ്യന്മാരോടുകൂടെ കടൽ തീരത്തേക്ക് പോയി. ഗലീലിയിൽ നിന്ന് ഒരു വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. യൂദ, ജെറുസലേം, ഇദുമയ എന്നിവിടങ്ങളിൽ നിന്നും, ജോർദാൻ്റെ മറുകരയിൽ നിന്നും, ടൈർ, സീദോൻ എന്നിവയുടെ പരിസരങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ അവൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് കേട്ട് അവൻ്റെ അടുത്തെത്തി. തീർച്ചയായിട്ടും ഇപ്രകാരമുള്ള വചനങ്ങൾ ശ്രവിച്ചുകൊണ്ടേ ഇരിക്കുക എന്ന് പറയുന്നത് കാതിന് കുളിർമയേകുന്നു എന്നതിനേക്കാളുപരി അത് ഹൃദയത്തിൽ പതിഞ്ഞ് ഹൃദയം വചനമായി തീരട്ടെ, ആത്മാവ് വചനമായി തീരട്ടെ. വചനമായി തീരുന്ന ആത്മാവ് ദൈവം തന്നെയാണ്. ദൈവം തന്നെയാണ് വചനം എന്നുള്ള ചിന്തയോടുകൂടി വചനം കൊണ്ട് നിറച്ച് ദൈവമെന്ന മഹാസന്തോഷത്തിൽ, മഹാശക്തിയിൽ, മഹാമർത്യതയിൽ നമുക്കും ഒരു അംശമായി ലയിക്കാൻ ശ്രമിക്കാം. നമ്മേവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.